ഹായ് ഹലോ അസ്സലാമു അലൈക്കും. മിച്ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ആയി ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കോഴിക്ക് തീറ്റ കൊടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ റോസരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റോസരി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കും. അത് 2 ട്രിപ്പായിട്ടാണ് ഇട്ട് പൊടിക്കുന്നത്. ഒന്ന് കുറച്ചൊന്ന് തരിയായിട്ടും ഒന്ന് നന്നായി പൊടിഞ്ഞ രീതിക്കുമാണ്. കാരണം ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, വലിയ കോഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഒന്ന് പൊടിച്ചത്. ഒന്ന് 2 പീസായിട്ട് വന്ന ആ ഒരു രീതിക്ക് മാത്രമേ പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അരിയൊക്കെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ 2 രീതിക്കാണ് ഞാൻ പൊടിച്ചത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിക്കുള്ള അരിയെ, ചെറിയ തരികളായിട്ടുള്ള അരിയെ പറ്റത്തുള്ളൂ. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പ് നുറുക്കില്ലേ, അതിൻ്റെ കഞ്ഞിയാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചതിന് ശേഷം നന്നായി പിടിച്ചിട്ടുണ്ട്. പുളിഞ്ചിക്ക കറിയിലിടാനും അച്ചാറിടാനും ഉപ്പിടാനൊക്കെ ഞാൻ എടുക്കും. അപ്പോൾ അധികം ഉണ്ട്, കൂടുതലായി നമുക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഭംഗിയും കണ്ട് നിന്നാൽ പിന്നെ ചോറ് വെപ്പൊന്നും നടക്കില്ല. അപ്പം നമുക്കിനി അടുപ്പിൽ ചാമ്പലൊക്കെ വാരി ചോറ്റിനുള്ള വെള്ളമൊക്കെ വെക്കാം. അപ്പോൾ ഞാനിന്ന് വെളിയിലാണ് അടുപ്പിൽ വെക്കുന്നത്. ഒരു ചെറിയ അടുപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് സ്കൂളില്ലാത്ത ദിവസമെല്ലാം, മക്കൾ സ്കൂളില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ദിവസം മാത്രമാണ് ഞാൻ ഈ അടുപ്പിൽ വെക്കുന്നത്. അല്ലെങ്കിൽ തലേ ദിവസം തന്നെ റൈസ് കുക്കറിൽ അരി ഇറക്കി വെക്കും. അപ്പോൾ രാവിലെ അവർക്ക് ചോറ് എന്തായാലും അവർ കൊണ്ടുപോകും. പഴയ ചോറൊന്നും അവർ കൊണ്ടുപോകാറില്ല, അന്നന്ന് വെക്കുന്ന ചോറാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വെക്കും. ഇപ്പോൾ സ്കൂളിൽ പോകേണ്ട, അതുകൊണ്ടിന്ന് വെളിയിലിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ചാമ്പൽ വാരാനായിട്ട് ഒരു ചട്ടുമൊക്കെയാണ് എടുത്തത്. കാരണം എനിക്ക് കയ്യിൽ അലർജി ഉള്ളതുകൊണ്ട് ചാമ്പലൊന്നും കൈ കൊണ്ട് വാരാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചകിരി കൊണ്ട് തന്നെ ആ അടുപ്പിൻ്റെ 4 സൈഡും ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ നമുക്കിനി ഇതിൽ ചിരട്ടയും തൊണ്ടുമൊക്കെ വെച്ച് വിറകൊക്കെ വെച്ച് നന്നായി കത്തിച്ചതിന് ശേഷം നമുക്ക് കാണാം. കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ അടുപ്പ് കത്തിച്ചത് തന്നെ. കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ലൈറ്ററും ആയിട്ടാണ് പിടിച്ചത്. പക്ഷേ പറ്റിയില്ല. പിന്നെ ഞാൻ ആ ഒരു പേപ്പർ അതിൻ്റെ അകത്തേക്ക്, അടുപ്പിനകത്തേക്ക് വെച്ച് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീയൊക്കെ ഇവിടെ നന്നായി കത്തട്ടെ. നമുക്കിനി ആ ഗോതമ്പ് കഞ്ഞി എന്തായെന്നൊന്ന് നോക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം മാത്രമാണ് ഇത് കഴിക്കുന്നത്. അല്ലാതെ വെള്ളത്തിൽ വേവിച്ച് ഉപ്പ് ഇട്ട് ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഗോതമ്പ് കഞ്ഞി ഇവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇത് നുറുക്ക് ഗോതമ്പ് വെച്ചുണ്ടാക്കിയ കഞ്ഞിയാണ്. ഇനി നമുക്ക് ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റി മക്കൾക്ക് കൊടുക്കാം.
അപ്പോൾ ഞാൻ 3 പേർക്കും കഞ്ഞി എടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ 2 മക്കൾ ഇതിന് മുന്നേ കുടിച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. മോൻ ആദ്യമായിട്ടാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പോൾ എന്തായാലും അവനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിനി ചോറിനുള്ള അരി എടുക്കാം. ഞാൻ 2 നാഴി അരിയാണ് ഇവിടെ എടുക്കുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇനി അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട്. ഇത് നമ്മുടെ കുടുംബശ്രീയുടെ അരിയാണ്, പെട്ടെന്ന് വേവുന്ന അരിയാണ്. അപ്പോൾ ഞാൻ ഒരു 3-4 വെള്ളം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് അടുപ്പിലോട്ട് ഇടുന്നത്. അടുപ്പിലോട്ടെന്ന് പറഞ്ഞാൽ അടുപ്പിലല്ല, അടുപ്പിൽ വെച്ച കലത്തിലാണ്, തിളച്ച വെള്ളത്തിലേക്കാണ് അരി ഇടുന്നത്. അപ്പോൾ നമുക്കിനി അരി ഇടാം. എന്തായാലും ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റാൻ, നന്നായി വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞ് അത് അവിടെ കിടന്ന് വേവട്ടെ. ഇനി അടുത്ത ജോലിയിലോട്ട് പോവാം. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തതിൻ്റെ ബാക്കി നുറുക്ക് ഗോതമ്പിൽ നല്ല പൊടിയും ഉറുമ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാറ്റി പെറുക്കിയിട്ട് നമുക്കൊരു കുപ്പിയിലിട്ട് വെക്കുക. അതാകുമ്പം എയർ കയറാതെ നല്ല ടൈറ്റായിട്ടുള്ളൊരു അടപ്പുള്ളൊരു കുപ്പിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വീണ്ടും ഉറുമ്പ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ പാറ്റാനും നുള്ളിപ്പറക്കാനും അറിഞ്ഞുകൂടാ, എന്നാലും എനിക്ക് അറിയാവുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്ത്. അപ്പോൾ ഈ ഒരു കുപ്പിയിലോട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ കോഴിക്ക് തീറ്റ കൊടുത്തത് ഇക്കായാണ്. അപ്പോൾ കോഴി എന്തായെന്ന് നമുക്കൊന്ന് കയറി നോക്കാം. ഇപ്പോൾ എൻ്റെ മുമ്പുള്ള കോഴികളാണിത് കൂടുതലും. ഇന്നലെ തന്നെ എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കുറച്ച് കോഴിയെ കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ഒരു കാർഡിന് 5 കോഴി വീതം. അപ്പോൾ എൻ്റെ ഉമ്മയുടെയും മാമിയുടെയും കോഴികൾ എനിക്കാണ് തന്നത്. അങ്ങനെ 15 കോഴി എനിക്ക് കിട്ടി. അപ്പം ഒരുമിച്ച് കൂട്ടിലിട്ടാൽ എന്തായാലും മറ്റുള്ളവ കൊത്തി ഇതിനെ കൊല്ലും. അതുകൊണ്ട് പഴയ ഒരു കമ്പിക്കൂടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഈ കോഴികളെല്ലാം അതിലിട്ടു. ഒന്ന് ഇണങ്ങി വന്നതിന് ശേഷം മാത്രം എല്ലാത്തിനെയും ഒരുമിച്ചാക്കാമെന്ന് കരുതി. അപ്പോൾ കൊടുത്ത ആഹാരമൊക്കെ കഴിച്ച് തീർന്നിട്ട് അതിൽ കയറി കംപ്ലീറ്റ് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളല്ലേ, അവർ അതിൻ്റേതായ കുരുത്തക്കേടൊക്കെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും മറക്കാതെ കാണണം എൻ്റെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ബായ്.